ലാൽസലാം ഖലീഫയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇതാ പുറത്തു വരികയാണ്. സിനിമ ഒരു എബോവ് ആവറേജ് എന്ന് തന്നെയാണ് സിനിമയ്ക്ക് ആദ്യമായി തന്നെ പറയാനുള്ള. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഇവിടെ മറ്റൊരു ചോദ്യമാണ്, ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളതിനുപരി എങ്ങനെയുണ്ട് മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്നുള്ളതാണ്. അതെ, ലാലേട്ടൻ തൂക്കിയോ എന്നുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ കാത്തിരുന്ന് കാണുക. ആ ഒരു ക്യാമിയോ റോൾ തന്നെയാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചതും. എന്തായാലും ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആവറേജ്, എബോവ് ആവറേജ് എന്ന് തന്നെ പറയാം. ഡീസൻറ്റ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്താണേലും സെക്കൻഡ് ഹാഫ് ആദ്യ പകുതിയേക്കാൾ മികച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. മികച്ച ഇൻട്രോ തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് ഗംഭീര സ്റ്റൈലിഷായി തന്നെ വരുന്നു. എന്താണേലും അതിമനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഇൻട്രോയും അതേപോലെ ജെക്സ് ബിജോയുടെ BGM ഒക്കെ ഉള്ളത്. ജെക്സ് ബിജോയുടെ BGMൽ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പറയാനുള്ളത് ഇടയ്ക്ക് ഹൈ ആണ്, ഇടയ്ക്ക് ലോ ആയി വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനേക്കാൾ മികച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ക്യാമിയോ റോൾ തന്നെയാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. അതായത് സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു ഇൻട്രോ ആയിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഫീൽ ചെയ്യുന്നത്. കാരണം അതിലൊറ്റ കാര്യമേ ഉള്ളൂ, സിനിമയുടെ പ്രശ്നങ്ങളല്ല, അത് ലാലേട്ടൻ എന്നൊരാളെ തന്നെ ബേസ് ചെയ്തിട്ട്, അതായത് മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയെ വേണ്ടി മാത്രമാണ് നമ്മൾ ഇനിയും കാത്തിരിക്കുന്നത്. ഈ സിനിമ കണ്ടതുപോലും അതിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫും മികച്ച രീതിയിൽ പോകുന്നു. ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണ്. ഇൻട്രൻസ് അതേപോലെ തന്നെ എല്ലാ ആക്ടേഴ്സും മികച്ച തന്നെ നിൽക്കുന്നു. രഞ്ജി പണിക്കർ എല്ലാവരും മികച്ച തന്നെ നിൽക്കുന്നു. മോസ്റ്റ് സ്റ്റൈലിഷ് അപ്പിയറൻസ് ആണ് പൃഥ്വിരാജിന് ലഭിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വൈശാഖ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ലെവലാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് തന്നെ പിടിച്ചു കയറുന്ന കാര്യമാണ് വൈശാഖ് ചെയ്തിരിക്കുന്നത്. വൈശാഖ് സിനിമകളെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്തായാലും അതേ പാറ്റേണിൽ തന്നെ വരുന്ന സിനിമ. ഇവിടെ മോസ്റ്റ് സ്റ്റൈലിഷ് ഫൈറ്റ് രംഗങ്ങളും ഒരു മലയാളത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ കളറിങ്ങും ഗ്രേഡിങ്ങും ഒക്കെ നമുക്ക് നിൽക്കുകയാണ്. എന്താണേലും ഈ ഒരു സിനിമ ഒരു ഷുവർ ഷോട്ട് ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ഫസ്റ്റ് ഹാഫിനേക്കാൾ മികച്ച സെക്കൻഡ് ഹാഫ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒപ്പം ലാലേട്ടൻ്റെ ആ ഒരു ക്യാമിയോ തന്നെയാണ് നമ്മളെ കത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു സംഭവം. അത് തിയേറ്ററിൽ വന്ന് കാണുക. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാം. മനസ്സിലാവും.